നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നമ്മുടെ കൊടകര പഞ്ചായത്തിൽ മുരുക്കുമട്ട ഭാഗത്താണ്. അവിടെ വലിയൊരു കർഷകനുണ്ട്. അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയതായിട്ട് വരുന്നത് നമ്മുടെ വിഷുവാണ്. നമുക്ക് വിഷുവൊക്കെ ആഘോഷിക്കണ്ടേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷു പ്രമാണിച്ചുള്ളൊരു സ്പെഷ്യലാണ് കണിവെള്ളരി. നമുക്ക് ആ തോട്ടത്തിലേക്ക് കടക്കാം, അദ്ദേഹത്തോട് കുറേ വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ എന്നാൽ. ഹലോ, പാടത്തെന്താ പരിപാടി? ഇവിടെ ഒന്ന് വന്നേ. നിങ്ങൾ വലിയൊരു കർഷകനാന്ന് കേട്ടു. ഇത് വായൊന്നേ. സുഹൃത്തെ പേരെന്തെന്നാ? എൻ്റെ പേര് പൈന. അതല്ലേ. അപ്പോൾ ഇപ്പം നമ്മുടെ കണിവെള്ളരി വിളവെടുപ്പാണ്. അതല്ലേ, വിഷെടുത്തില്ലേ? അപ്പൊ വിളവെടുപ്പ്. അതല്ലേ, 2-3 ദിവസത്തിനുള്ളിൽ പൊട്ടിച്ച് കഴിക്കണം. നമ്മുടെ വിഷു എന്നാണ് ഇനിയിപ്പോൾ ഇത്ര പെട്ടെന്ന്? ഏപ്രിൽ 14 വിഷു അല്ലേ? ഏപ്രിൽ 14 നമ്മുടെ വിഷുവാണ്. നമുക്ക് വിഷു ആഘോഷിക്കണം. അപ്പോൾ നമ്മുടെ കണിവെള്ളരി റെഡി. അപ്പോൾ ഇത് ഏകദേശം എത്ര സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്? ഏകദേശം 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കൃഷി ഉണ്ടായിരുന്നോ? കഴിഞ്ഞ കൊല്ലം കൃഷി ഉണ്ടായല്ലോ. നമ്മൾ ഇതുപോലെ തന്നെ കാണിച്ചുണ്ടായി, മൊത്തത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായല്ലോ. അല്ലേ. കഴിഞ്ഞ കൊല്ലം നമുക്ക് എത്ര ടണ്ണ് കിട്ടി? ഒരു 5 ടണ്ണ് താഴെ കിട്ടിയിട്ടുള്ളൂ. അതല്ലേ. ഇതവിടെ അതിന് കൂടുതലാണ് സാധ്യത. ഇതവിടെ കായ പിടിച്ചത് കൂടുതലാണ്. പക്ഷെ വലിപ്പത്തിൽ ഇത്തിരി സ്വല്പം ഒരു വ്യത്യാസമുണ്ട് വലിപ്പത്തിൽ. എന്താണ് അത്? ഈ വളത്തിന്റെ നമ്മൾ പിണ്ണാക്കം കൊടുക്കാരനെ ജൈവമായിട്ട് നമ്മൾ ചെയ്യണേ. അതല്ലേ, ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇംഗ്ലീഷ് വളത്തിന്റെ കാര്യങ്ങളില്ല. എല്ലുപൊടി, പിണ്ണാക്ക്, അങ്ങനെയുള്ള, പിന്നെ ചാണം ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത്, ശർക്കര കൂട്ടി ഇതൊക്കെ മിക്സ് ചെയ്ത് കലക്കി ഒഴിക്കും. അതൊക്കെ തന്നെ തെളിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ജൈവ കൃഷി കൊണ്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത നല്ല കണിവെള്ളരിയാണ്. കണി കാണാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വളരെ എന്ത് മഞ്ഞ കളറാന്ന് നോക്കിയാൽ, നല്ല കളറ് കണ്ട. ഇന്നിപ്പോൾ നമ്മളെ എത്ര പൊട്ടിക്കും? ഇന്നിപ്പോൾ ഒരു 1.5 ടണ്ണ് നാളേക്ക് കയറ്റണം. അല്ലേ? 1.5 ടണ്ണ്. പിന്നത്തെ ബുധനാഴ്ച വ്യാഴാഴ്ച ഫുള്ള് കാലിയാക്കും. ആവശ്യക്കാർ വന്നാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ കൊല്ലം എത്ര രൂപയ്ക്കാണ് കണിവെള്ളരി പോയത്? കഴിഞ്ഞ തവണ 23-24 ആ റേഞ്ചിന് പോയ. അത് 1 കിലോത്തിനോ അല്ലെങ്കിൽ? 1 കിലോയ്ക്ക് 1 കിലോത്തിനല്ലേ? അപ്പം ഇപ്രാവശ്യം താങ്കൾ ഇത് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ തവണ നമുക്കൊരു 25 രൂപയിൽ നമുക്ക് കിട്ടണം. എന്നാലാണ് ഇത് കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ. അതല്ലേ. അപ്പം താങ്കളുടെ കൃഷി താങ്കൾ ഒറ്റയ്ക്കാണോ? നമ്മൾ ഒറ്റയ്ക്ക് മാത്രം, വേറെ ആരുമില്ല. നമ്മൾ തന്നെ കളിച്ച്, നമ്മൾ തന്നെ കുത്തി കാര്യങ്ങൾ ചെയ്ത്, നമ്മൾ തന്നെ വിളവെടുത്ത്, നമ്മൾ തന്നെ ചുവന്ന വീടിൻ്റെ അടുത്തേക്ക് എത്തിച്ച് റോട്ടിൽ വണ്ടിയിൽ കയറ്റിയൊക്കെ വിടും. അല്ലേ. അപ്പോൾ എന്താണ് താങ്കൾ ഇത്തിരി അധികം കൃഷി ചെയ്തൂടെ? ഒരു 10 ഏക്കർ സ്ഥലത്തൊക്കെ.
അത് കൃഷി ചെയ്താൽ നമ്മള് കൂലിക്കാശ് നമുക്ക് മൂലിക്കില്ല. ആ, കൂലിക്കാശ് ഇപ്പൊ ഒരാളെ ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ പാടത്ത് കളിക്കാൻ പറ്റുന്നതിന് 1000 ഉറുപ്പിക നമ്മൾ കൊടുക്കണം. ആ. അപ്പൊ അത് ഒരു 10-30 പണി പണിയുമ്പോൾ കാശ് വളരെയധികം മാറിയില്ലേ. ഉവ്വ് ഉവ്വ് ഉവ്വ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലാണ് ഇതില് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. പച്ചക്കറി അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ നമ്മള് വലിയ ആർഭാടത്തിന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-30 പണിക്കാരെയൊക്കെ നിർത്തി കളച്ച് കുത്തി ഇട്ടിട്ട് ഒരു കാര്യമില്ല. അത് ആൾക്കാർ പരസ്യത്തിന് വേണ്ടി ചെയ്യണ്ട. ആ, ഇതൊക്കെ നമ്മൾ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഒറ്റയ്ക്കാണ് കൃഷി. നമ്മളെല്ലാവരും ജോലിയില്ല ഒരു പണിയില്ല എന്നും പറഞ്ഞ് നടക്കും. ആരുടെയെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലമായാലും അവിടെ കൃഷി ചെയ്താൽ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ യാതൊരു വക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇതുകൊണ്ടാണോ, ഈ കൃഷി കൊണ്ടാണോ താങ്കൾ ജീവിക്കുന്നത്? കൃഷി നമ്മുടെ മെയിൻ കാര്യമാണ്. കൃഷി പിന്നെ നിങ്ങൾ വേറെ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? വെണ്ട കൃഷിയുണ്ട്, പടവലം ഉണ്ട്. പിന്നെന്താ? പിന്നെ നമ്മള് വേറെ കൃഷിയും ചെയ്യില്ല. ഏത്തവാഴയൊന്നും ചെയ്യണില്ലേ? ഏത്തവാഴ ചെയ്യുന്നുണ്ട്. ഏത്തവാഴ ഒരു 50 ഏത്തവാഴ, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം പോലെ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇത് വീട്ടിലേക്ക് എത്തിക്കണം. അവിടുന്ന് പിന്നെ മാർക്കറ്റിൽ പോകും. സാധാരണ നിങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെയാണ് നടക്കാറ്? സാധാരണ ഇവിടെ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കാറുണ്ട്, ഇവിടെ വന്ന് കൊണ്ടുപോകാറുണ്ട്. കനകമല വന്ന് മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കണിവെള്ളരി വേണമെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് പറയൂ. 80 86 67 57 39. ഒന്നും കൂടി ഒന്ന് പറഞ്ഞോ, പ്രേക്ഷകർ അത് വ്യക്തമായി കേട്ടോട്ടെ. 80 86 67 57 39. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കണിവെള്ളരി വേണമെങ്കിൽ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടാം. മിതമായ നിരക്കിൽ ഇദ്ദേഹം കൊടുക്കുന്നതാണ് നമ്മൾ മറ്റുള്ള കച്ചവടക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ കണിവെള്ളരി നമുക്കും കൂടി ആഘോഷിക്കാം. എന്നാൽ ഓക്കെ സുഹൃത്തുക്കളെ.